ഔസ് ഗോത്രവും ഹദ്രജ് ഗോത്രവും ഏതാണ്ട് 100-200 കൊല്ലം തമ്മിലടിച്ച് ഒരു ഒട്ടകത്തിന്റെ പേര് പറഞ്ഞ് 200 കൊല്ലം യുദ്ധം ചെയ്ത തറവാടിന്റെ പേര് പറഞ്ഞ് തമ്മിലടിച്ച, കള്ളു കുടിച്ചും മദ്യപിച്ചും വ്യഭിചരിച്ചും തോന്നിവാസത്തിലകപ്പെട്ടും പരസ്പരം കലഹിച്ച് ജീവിച്ച ആ ഖുറൈശികൾ പറയാണ്, മുഹമ്മദേ നീ വന്നിട്ട് ഫറഖ്ത ജമാഅതന, ഞങ്ങൾ ഐക്യം നീ തകർത്തടാ. ഇതുപോലെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വന്നപ്പോഴും പിന്നെ പറഞ്ഞൊരു ആരോപണം അതാണ്, ഐക്യം തകർത്തു നിങ്ങൾ വന്നിട്ട് ഐക്യം തകർത്തതെന്ന്. മന്യ സഹോദര ഒന്ന് ചിന്തിക്ക്, ശരിയാണോ ഇത്? മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ട് അവിടെ ഐക്യം തകർന്നത് ആണോ? അതിനു മുമ്പ് ഐക്യം ഉണ്ടായിരുന്നോ? ഇസ്ലാഹി ചരിത്രം, ആ ചരിത്രം ആത്മാർത്ഥമായി പഠിച്ചവരുണ്ടെങ്കിൽ, ഇസ്ലാഹി പ്രസ്ഥാനം എന്തുകൊണ്ട് കേരളത്തിലുണ്ടായി എന്ന ചരിത്രം പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി ബോധ്യപ്പെടും ഇസ്ലാഹി പ്രസ്ഥാനം കടന്നു വരുന്നതിന് മുമ്പ് കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു പ്രശ്നം. നിരവധി പ്രശ്നങ്ങൾ, കൊണ്ടോട്ടി കൈക്കാര്, പൊന്നാനി കൈക്കാര്, കലഹങ്ങൾ, ഒരു മഹലിൽ തന്നെ നിശ്ചയിക്കപ്പെട്ട കാലിമാർ, ആ കാലിമാരുടെ പേരിൽ കലഹങ്ങൾ, കൈമുട്ടൽ അനുവദിച്ച ഒരു കാലി, കൈമുട്ടാൻ കൈമുട്ടി പാട്ട് പാടാന്ന് പറഞ്ഞ ഒരു കാലി, അപ്പുറത്തെ കാലി പറയും പാടില്ല, ഹറാമാണ്. അപ്പൊ ആ കാലിയുടെ മഹലിൽ നിന്ന് ഇപ്പുറത്തെ കാലിയുടെ മഹലിൽപ്പെട്ട ആരെങ്കിലും കല്യാണം കഴിച്ചാൽ ഒരു കൂട്ടര് കൈയും കൊട്ടി വരും, മറ്റേ കൂട്ടര് പറയും പറ്റൂല, നമ്മുടെ കാലിയിൽ ഹറാമാന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ കൈകൊട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഓരോരുത്തർ മുഖത്തിട്ട് ഇങ്ങനെ കൊട്ടി അടി തുടങ്ങും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തടി, കൈകൊട്ടല്, പിന്നെ മുഖം കൊട്ടലായി, അങ്ങനെ ബഹളമായി അടിയായി. കല്യാണ വിധി ഇവരുടെ പുസ്തകങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ അതൊന്നും എടുക്കുന്നില്ല, ഏടൊന്നും വായിക്കേണ്ടതില്ല. കൃത്യമായി സമൂഹത്തിൽ നടന്ന ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഈ രൂപത്തിൽ വളരെ ശക്തമായി തമ്മിലടിയും കലഹങ്ങളും ഉണ്ടായിരുന്നില്ലേ? ഇന്നില്ലേ? ഇന്ന് മുജാഹിദ ഭിന്നിപ്പുണ്ടാക്കുന്നത് അല്ല, നേരെ മറിച്ച ഭിന്നിപ്പിന്റെ 1-2 ഉദാഹരണങ്ങൾ വളരെ വേഗത്തിൽ ഈ അടുത്ത സമയത്ത് നടന്ന ഒരു സാമ്പിളിന് ഒന്ന് മാത്രം കണ്ടോളൂ. ഉണ്ടായിരുന്നു. എന്നാൽ വലിയ ഖാസി പദവിയിലേക്ക് അടുപ്പിച്ചുള്ള 2 ദിവസങ്ങളിൽ 2 പള്ളികളിലായി 2 ഖാസിമാർ അവരോധിക്കപ്പെട്ടു. കുറ്റിച്ചിറ ജമാഅത്ത് പള്ളിയുടെ ഖത്തീബായിരുന്ന SV അഹമ്മദ് കോയയും പയ്യന്നൂരിലെ ഖാസിയായിരുന്ന സയ്യിദ് ഹസൻ കുഞ്ഞിക്കോയ തങ്ങളുടെ മകൻ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളും ഇന്ന് വലിയ ഖാസിമാരായത് വലിയ വിവാദമായിരിക്കുന്നു. ചുറ്റുപാടറിയുന്ന ആളായിരിക്കണം ഖാദി. ഹസ്ബത്ത് ജമാനി വൽ മക്കാനി, ജമാൻ വെച്ച് കാലവും ദേശവും പരിചയമുള്ള ആളായിരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യ പറ്റി 700 കൊല്ലം പഴക്കമുണ്ട് ഇവിടെ ഈ നാട്ടിൽ. ഇത്ര പഴക്കമുള്ള വളരെ പ്രയാസമായിരിക്കും. ഇസ്കാൽ പള്ളിൻ്റെ മുത്തവല്ലിമാരിൽപ്പെട്ട് നമ്മളാവുന്നു. അപ്പോൾ സൂഫിക്കാ വീട് എന്ന് പറഞ്ഞ് സൂഫികൾ താമസിച്ച ആളുകളാണ്. അത്രയും പരമ്പര ജമാൻ കാലഘട്ടം നോക്കുകയാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഈ നാട്ടിലെ പരമ്പരകൾ ലീസ്റ്റ് കാണാം. ഇന്ന പിതാവിൻ്റെ അത്ര വരെയുള്ള കാണാം. ഹസ്ബത്ത് ജമാനി വൽ മക്കാൻ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചത് നാട്ടിനോട് പരിചയമുള്ള ആളായിരിക്കാൻ അല്ലെങ്കിൽ ബിരിയാണിക്കാൻ സാധ്യമല്ല എന്നുള്ള അത് അറബി ഗ്രന്ഥമായ ബിഗയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പ്രമുഖമായിട്ടുള്ള സംഗതികളാണ്. ഇതൊക്കെ ആസ്പദമാക്കിയിട്ടാണ് കോഴിക്കോട്ട് മഹല്ലി എന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധപൂർവ്വം എടുത്തിട്ട് സ്വീകരിച്ചതാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞല്ല, സംഗതി എന്താ വെച്ചാല് 2 ഖാദിമാർ ഒരു മഹല്ലില്, 2 ഖാദിമാര് ഒരു മഹല്ലിൽ. നിങ്ങൾ ചിന്തിക്കണം, ഒന്ന് ഒരു ഗ്രൂപ്പിന്റെ ഖാദി, രണ്ടാമത് ഇപ്പുറത്തെ ഗ്രൂപ്പിന്റെ ഖാദി, ഒരു മഹല്ലിൽ 2 ഖാദിമാര്. ഇത് മുജാഹിദിലുണ്ടാക്കിയതാ ആണോ? 2 ഖാദിയാമാര്. എന്നിട്ട് അവിടെ ഖാദിയാമാരെ കൊണ്ടുള്ള പ്രശ്നം അത് തീരുന്നില്ല. അവസാനം അവിടുത്തെ ജനങ്ങളോട് ചോദിക്കാണ് എന്താണ് നിങ്ങൾ ഇപ്പൊ ഈ ഖാദിമാരെ കുറിച്ചുള്ള അഭിപ്രായം. അപ്പൊ ജനം പറയാ താങ്ങാൻ കഴിയൂല, ഇതെല്ലാം കൂടെ താങ്ങണ്ടേ, നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന അപ്പുറമാണ് എന്നാണ്, വേറെ ആളവരെ പുച്ഛിച്ച് തള്ളണം എന്നാണ്. ഖാദി പല സ്ഥലത്തും ധാരാളം ഖാദികൾ പല മഹല്ലത്തുകളും പലരും തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞുകൂടാ, ആദ്യം പറഞ്ഞുകൂടാ. നേരത്തെ ചുറ്റുഭാഗത്തുള്ള പല മഹല്ലത്തുകളും നമ്മുടെ നേതാവ് ബഹുമാന മുഹമ്മദ് ശബ്ദങ്ങൾ ഖാദിയായിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ഖാദിയായിട്ട് പല മഹല്ലുകളുണ്ട്. അങ്ങനെ ആദ്യമൊന്നുമില്ല, പിന്നെ അവർക്ക് അത് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്, അവരെ തിരഞ്ഞെടുത്തു.
ഇവർ കൂടിയിട്ട് ഇനിയും തിരഞ്ഞെടുത്തു സംസ്ഥാന നിർദ്ദേശപ്രകാരം. വിശ്വാസികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടോ ഇപ്പോൾ? ഇല്ല, ഒന്നുമില്ലല്ലോ. ആർക്കും അഭിപ്രായ വ്യത്യാസം സംശയമൊന്നുമില്ലല്ലോ. മിക്കവാറും ആളുകൾ സ്വാർത്ഥതയിലേക്കാണ് പോണത്. അത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും സ്ഥാനം കിട്ടാളിയിലേക്കുള്ള പോക്കാണ് മിക്കവാറും പോകുന്നത്. അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായത് വളരെ കുറഞ്ഞിട്ടൊക്കെയുണ്ട്, വളരെ അപൂർവം എന്ന് പറയാം. അത് ഏറ്റവും വലിയ ഉന്നതന്മാരായ പണ്ഡിതന്മാരിൽ പോലും ആ സ്വാർത്ഥത കാണാൻ സാധിക്കുന്നുണ്ട്. നിഷ്കളങ്ക പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജനക്കൂട്ടം ഒരു കാഴ്ച കണ്ടു നിൽക്കുകയാണ്. എന്താ കാഴ്ച? ഒരു ചേരന്റെ തല തവളന്റെ തൊള്ളയെ കുടുങ്ങിക്കാണ്. ഇതാണ് രംഗം. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞ് ചേരവാലം തവളാന്ന്, അപ്പുറം നിൽക്കുന്ന ആള് പറഞ്ഞ് തവളത്തലയും ചേരാന്ന്. ചേരവാലം തവള എന്ന് പറഞ്ഞ ആൾക്കാര് അവരെ എതിർത്തും കൊണ്ട് മറ്റോല് പറയാണ് ചേരവാലം തവള ആണെങ്കിൽ വാലം അങ്ങോട്ട് നിൽക്കണ്ടേ. തവളത്തലയം ചേരാന്ന് പറഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിട്ട് എന്ത് പറയണേ? ഇപ്പുറത്തെ പാർട്ടി പറയണേ തവളത്തലയം ചേരാണെങ്കിൽ തല അങ്ങോട്ട് നിൽക്കണ്ടേ. ഇതാണ് ഇവിടെ ഇപ്പം നടക്കണ മൊത്തം രംഗം. ഈ കാസി നിയമനത്തിൽ രാഷ്ട്രീയം കൂടി കടന്നതുകൊണ്ട് ഇത് 3ആയി. 3 കൂടാതെ സുന്നി 2ആയതിനു ശേഷം ഒരു സംയുക്ത മാലിന്യ കമ്മിറ്റി കാസി വേറെ വന്നു കാന്ത് വരും. അതുകൂടാതെ ഇപ്പോഴഞ്ചാമത്തെ കാസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് ഓവറാണ്, താങ്ങാൻ കഴിയില്ല. നാട്ടുകാർക്ക് താങ്ങാൻ കഴിയില്ല ഈ കാസിമാരെ. വിശ്വാസികൾക്ക് ഇവരെ സംബന്ധിച്ചോട് പുച്ഛിച്ച് തള്ളാനേ ഇത് സാധിക്കുള്ളൂ. ഒരു വിശ്വാസിക്ക് ഇവരന്മാരെ പുച്ഛിച്ച് തള്ള എന്നുള്ള മാത്രമല്ല, അവരുടേതായ വാട്ടിൽ വിടുക, നമ്മൾ ഓരോ പിന്നാലെ പോവാതെ നിൽക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അവർ ബഹിഷ്കരിക്കുക അങ്ങനത്തെ ആൾക്കാരെ. ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന ഇത്തരത്തിൽ വളരെ കൃത്യമായി തന്നെ ഭിന്നിപ്പും കുഴപ്പങ്ങളും ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാക്കുക, അത് വളരെയധികം ബോധപൂർവം തന്നെ ഭിന്നിപ്പും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ട് വളരെ ശക്തമായി പ്രചരിപ്പിക്കുന്നതോ മുജാഹിദ് പ്രസ്ഥാനം ഭിന്നിപ്പുണ്ടാക്കിയെന്നാണ്. എന്താണ് മുജാഹിദ്